ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് റീഫില്ല് ചെയ്യാനാണ്. നമ്മുടെ കുക്ക് ചെയ്യുന്ന ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ജർമ്മനിയിൽ നിന്ന് നമ്മൾ ഡെൻമാർക്കിലേക്ക് വരുന്ന വഴി ഡെൻമാർക്ക് ബോർഡർ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലേക്ക് ഒരു 6-7 കിലോമീറ്റർ നീങ്ങിയിട്ടാണ് കേട്ടോ ഈ പ്ലേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അത് രാവിലെ 8 മണിക്കാണ് അവിടെ ഓപ്പൺ ആവുന്നത്. ഏകദേശം നമ്മൾ പ്ലേസ് എത്താറായിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ എത്തും. കുറച്ച് നേരത്തെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ ഓപ്പൺ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ നമ്മൾ ഡെൻമാർക്ക് വഴിയൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ നേരത്തെയാണ്, പക്ഷേ ഒരു ഷാർപ്പ് 8 o'clockനാണ് അവർ ഓപ്പൺ ആക്കി നമുക്ക് ഗ്യാസ് റീഫിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. സാറ്റർഡേ സൺഡേസിലൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ദാണ്ട് 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചേട്ടൻ വന്ന് ഗേറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. 3 കിലോയുടെ സിലിണ്ടർ ആട്ടോ നമ്മുടെ കയ്യിൽ വരുന്നത്. ഇത് ശരിക്കും നമുക്ക് ട്രക്കിൻ്റെ ക്യാബിനിൽ യൂസ് ചെയ്യാൻ അലൗഡല്ല. ട്രെയിലറിലൊക്കെ നമുക്ക് എടുത്ത് സൂക്ഷിക്കും. ട്രക്കിലെ ക്യാബിനിൽ നമുക്ക് ഇത് അലൗഡല്ല കേട്ടോ കൊണ്ടു നടക്കാനായിട്ട്. ഇതേ ചേട്ടൻ ഇവിടെ റീഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചേട്ടനൊരു ഫ്രീക്കനാണ് കേട്ടോ, മുടിയൊക്കെ വളർത്തി. അതിൽ നമുക്ക് കറക്റ്റ് എത്ര ഗ്യാസ് കയറി എന്നുള്ളത് കാണിക്കും. അത് നോക്കിയിട്ടാണ് കേട്ടോ നമുക്ക് ക്യാഷ് അടയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെ റീഫില്ല് ചെയ്തത് നമ്മുടെ ചേട്ടൻ ബില്ലൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. 3 കിലോ നമുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഏകദേശം ഫുള്ളാണ്. അപ്പോൾ ഗ്യാസ് ഏകദേശം കഴിഞ്ഞുണ്ടായി. തീരുമാനമായിട്ട് നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ബില്ല് കിട്ടിയ ശേഷം നമ്മൾ ബില്ലടച്ചാലാണ് നമുക്ക് സിലിണ്ടർ അവർ തരുള്ളൂ. അപ്പോൾ നമുക്ക് ബില്ലടയ്ക്കേണ്ടതുണ്ട്. ബില്ലടയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഗൈസ് ഒരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ യൂറോ ഇല്ല. ഇവിടെ ക്യാഷ് യൂറോ ആയിട്ട് എടുക്കുള്ളൂ. ഒരു ബൈ ഹാൻഡ് ക്യാഷായിട്ട് തന്നെ അവർ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കേസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായി. അല്ലെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ ATM പോയിട്ട് നമുക്ക് ക്യാഷ് യൂറോ ആക്കിയിട്ട് എടുക്കാമായിരുന്നു. നമ്മളപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു 1/2 കിലോമീറ്റർ നിസ്സാരം കുറച്ച് നടന്നാൽ നമുക്കവിടെ സിറ്റിയിൽ ATM ഉണ്ട്. അതിൽ പോയിട്ട് നമ്മൾ ക്യാഷ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ദാണ്ട് ഇവിടെ സിറ്റിയിൽ ഇവിടെ ഒരു പാർക്ക് മാളൊക്കെ വരുന്നുണ്ട്. ഈ മാളിൻ്റെ ഉള്ളിൽ നമുക്ക് ATM അവൈലബിൾ ആണ് കേട്ടോ. ഇതിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഫുഡ് കോർട്ട്, നമ്മുടെ സാധാരണ മാളിൻ്റെ ഉള്ളിലുള്ള എല്ലാ സെറ്റപ്പും ഇതിലുണ്ട്. ഫുഡ് കോർട്ട്, ഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട്.